ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് നമ്മൾ പഠിച്ചു. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിഫറെൻറ്റ് ബോഡീസ്, ഡിഫറെൻറ്റ് ഷേപ്പുള്ള ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് ഡിഫറെൻറ്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ. മൊമെൻ്റ് ഓഫ് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഇതിൻ്റെയാണ് സോളിഡ് സിലിണ്ടർ. ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോളിഡ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയാണ് ഒരു സോളിഡ് സിലിണ്ടർ. എൻ്റെ സോളിഡ് സിലിണ്ടറിനെ വരച്ച് കാണിക്കാം. സിലിണ്ടറിനെ വരയ്ക്കുകയാണ്. ഇതൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിൻ്റെ മാസ് ക്യാപിറ്റൽ എം മാസും ലെങ്ത് എല്ലും ഉള്ള ഒരു സിലിണ്ടറിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മാസ് ക്യാപിറ്റൽ എം ആൻഡ് ലെങ്ത് എം. ഓക്കെ, ലെങ്ത് എല്ലും മാസ് ക്യാപിറ്റൽ എമ്മും ഉള്ള ഒരു സിലിണ്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഈ സിലിണ്ടറിൻ്റെ ആക്സിസിലൂടെയുള്ള പെർപെൻഡിക്കുലർ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് തന്നിരിക്കേണ്ട ഒരു കണ്ടീഷൻ എന്താണ്? ഏത് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ സിലിണ്ടറിൻ്റെ ആക്സിസ് സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നതും പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്, സിലിണ്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ POQ എന്ന് പറയുന്ന ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ദെൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സിലിണ്ടർ ഈ ആക്സിസിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്ക് ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വിചാരിക്കാം. നോക്കിയേ, ഇങ്ങനെയല്ലേ? ഞാനിവിടെ 1-2 ഡിസ്കുകൾ വരയ്ക്കാം. നോക്കിയേ, കണ്ടോ? ഇങ്ങനത്തെ ഇൻഫിനിറ്റ് നമ്പർ n നമ്പർ ഓഫ് ഡിസ്ക് ചേരുമ്പോഴാണ് ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ഡിസ്ക്, വേറൊരു ഡിസ്ക്, അങ്ങനെ n നമ്പർ ഓഫ് ഡിസ്ക്, മുകളിലോട്ടും താഴോട്ടുമുള്ള n നമ്പർ ഓഫ് ഡിസ്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു? സിലിണ്ടർ ഉണ്ടായിരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്കൊരു ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ഈ ഒരു ഡിസ്കിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്താൽ ഈ ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നതും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസാണ് PQ അല്ലേ. അപ്പോൾ ഒരു ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നതും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ PQ എന്ന് പറയുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. What is that? Moment of inertia of the disk passing through the center and perpendicular to the axis is equal to എന്താണ് ഓർക്കുന്നുണ്ടോ? mr² divided by 2. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ഓർത്ത് വയ്ക്കണം. ഓക്കെ, mr² divided by 2. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഡിസ്കിനെ കൺസിഡർ ചെയ്യുന്നത് ഈ സ്മോൾ ലെറ്റർ m മാസുള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ ഒരു സ്മോൾ ഡിസ്ക് അല്ലേ. ഒരു ഡിസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ മാസ് സ്മോൾ ലെറ്റർ m ആണ്. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഹോൾ സിലിണ്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഹോൾ സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഓരോ ഡിസ്കിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ സം ചെയ്യണം. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിലിണ്ടർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കുകളുണ്ട് അല്ലെ. ആ ഡിസ്കിൻ്റെ എല്ലാത്തിനുള്ള സമ്മാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിസ്ക് mr²/2 ആണ്. പക്ഷേ ഈ കേസിൽ നമ്മൾ ഒരു ഡിസ്കിൻ്റെ മാസ് സ്മോൾ ലെറ്റർ m ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ദെൻ സ്മോൾ ലെറ്റർ m r² divided by 2. Then what is moment of inertia of cylinder? Moment of inertia of cylinder is sum mr² divided by 2. ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ സം കണ്ടുപിടിക്കണം. r²/2 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ സമ്മേഷൻ m. Summation m എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ സിലിണ്ടർ. Therefore, height of cylinder is equal to mr² divided by 2. Across ഏത് ആക്സിസിലാണ്? About the axis passing through the center and perpendicular to the plane. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയ
ഡിസ്കിനെ കൺസിഡർ ചെയ്തു, ഡിസ്കിൻ്റെ മാസ് കൺസിഡർ ചെയ്തു, ഇതിൻ്റെ റേഡിയസ് കൺസിഡർ ചെയ്തു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും അതിൻ്റെ ആക്സിസിലൂടെ പാസ് ചെയ്യും, അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്നതുമായിട്ടുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഹോൾ സിലിണ്ടറിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, സം ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, then I equal to mr² divided by 2 is the moment of inertia of a solid cylinder about the axis passing through the center and perpendicular to the plane. Okay, then next ഈ സിലിണ്ടറിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ആക്സിസ് മാറി തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, ഇതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിലിണ്ടർ, ആ സിലിണ്ടറിനെ നമ്മൾ ഈ ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യാമെന്ന് വെച്ചു. ആ സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്, സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് L തന്നെയാണ്, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ ആ സിലിണ്ടറിൻ്റെ ലെങ്ത്ത് സ്മോൾ ലെറ്റർ L തന്നെയാണ്, അതിൻ്റെ മാസ് സ്മോൾ ലെറ്റർ R, അതിൻ്റെ മാസ് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. പിന്നെ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് L ലെങ്ത് ആണ് ഈ സിലിണ്ടറിന്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, രണ്ട് പാർട്ടായിട്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? L/2, ഇവിടെയും L/2. ഓക്കെ, അതിൻ്റെ ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന ഈ ആക്സിസ്, ഈ PQ എന്ന് പറയുന്ന ഈ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്നതും ഇതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള പാസ് ചെയ്തു പോകുന്ന മൊമെന്റ് ഓഫ് ആക്സിസിൽ അക്രോസ് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? സിലിണ്ടറിൻ്റെ റേഡിയസ് വീണ്ടും R തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിൻ്റെ അകത്തും നമ്മൾ ഡിസ്ക് കൺസിഡർ ചെയ്യും, പക്ഷേ ആ ഡിസ്ക് ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇതിങ്ങനെ ഇരിക്കും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കുകൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് ഇപ്പോൾ 2 ഡിസ്ക് ആണ് ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇതിനകത്ത് ആ ഡിസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഡിസ്ക് ഈ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ്. ഈ ഡിസ്കിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ dx ആണ്. ഓക്കെ, അപ്പോൾ dx തിക്നെസ് ഉള്ള സെൻറ്ററിൽ ഓഫ് ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു സിംഗിൾ ഡിസ്കിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഡിസ്ക്, അപ്പോൾ ഈ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹോൾ സിലിണ്ടറിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സിലിണ്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അലോങ് ദാറ്റ് ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക, ഈ സിലിണ്ടർ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിത് കണ്ടുപിടിക്കാൻ ആദ്യം വേണ്ടത് ഈ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഡിസ്കിനും ഇങ്ങനെ പല ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട് അല്ലേ. അതായത് ഡിസ്കിൻ്റെ ഈ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ഈ ആക്സിസിൻ്റെ പ്രത്യേകത എന്താണ്? അലോങ് ദി ഡയമീറ്റർ അല്ലേ. അപ്പോൾ ഈ ഡിസ്കിന് ഡയമീറ്ററിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തൽക്കാലം ഇതിനെ PQ' എന്ന് വിളിക്കും. അപ്പോൾ ഈ ഡിസ്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഈ സിംഗിൾ ഡിസ്കിനെ. ഈ ഡിസ്കിൻ്റെ റേഡിയസ് R ആണ്, അതിൻ്റെ തിക്നെസ് dx ആണ്. PQ എന്ന് പറയുന്ന ആക്സിസിലൂടെയുള്ള ഈ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് about the diameter is equal to എത്രയാണ് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചത്? mr² divided by 4 അല്ലേ, കറക്റ്റ് ആണ്. mr² divided by 4. പക്ഷേ ഇതിൻ്റെ അകത്ത് മാസ് ഓഫ് ദ ഡിസ്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡിസ്കിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ ഡെൻസിറ്റി ഓഫ് ദ ഡിസ്ക്, ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയമാണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്ത് വരും? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഈ ഡിസ്കിൻ്റെ വോളിയം നമുക്ക് എന്ത് പറയാം? πr² thickness of the disk dx. Okay, then what will be m? M is equal to rho into πr² dx. അതാണ് മാസ് ഓഫ് ദ ഡിസ്ക് അല്ലേ. അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? m πr² into dx. അപ്പോൾ ഈ മാസിന് പകരം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ റോ ഇൻറ്റു πr² dx into r² divided by 4. That is equal to pi into r raised to 4 rho dx divided by 4.
ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് ദ ആക്സിസ്. ഏതാണ്? പി ഡാഷ് ആണ്. ദെൻ പി ഡാഷ് ക്യൂ ഡാഷ് ആക്സിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത്, ഈ ഡിസ്ക് പി ക്യൂ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് പി ക്യൂ എന്ന് പറയുന്ന ആക്സിസിനെ പാരലൽ ആയിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് along the axis PQ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളവിടെ ഏത് തിയറം യൂസ് ചെയ്യണം? പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതാണ് പി ക്യൂ. സോ വി ക്യാൻ യൂസ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ about the disk along the axis PQ dash. ഈ കേസിൽ PQ ഡാഷിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് മാസ് ഓഫ് ദ ഡിസ്ക് ഇൻറ്റു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ആക്സിസ്. അതല്ലേ പാരലൽ ആക്സിസ് തിയറം? അത് പഠിച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും മൊമെന്റ് ഓഫ് ഇനേഷ്യയും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, then it's equal to, നമുക്ക് എന്ത് എഴുതാം? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് about the axis P dash Q dash നമുക്കറിയാം. that is pi r raised to 4 rho dx divided by 4 plus m into x square. What is m here? A pi r raised to 4 rho dx divided by 4 plus m ന് പകരം വീണ്ടും നമുക്ക് pi r square rho dx into x square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് എലോങ് ദ ആക്സിസ് പി ക്യൂ ആക്സിസിലൂടെയുള്ള ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടി. എന്താണ്? ഞാനത് ഇങ്ങോട്ട് എടുത്തതാണ്. പൈ ആർ റേസ് ടു 4 റോ ഡി എക്സ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് പൈ ആർ സ്ക്വയർ റോ ഡി എക്സ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി അതിൻ്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഹോൾ സിലിണ്ടർ. ഇനി കംപ്ലീറ്റ് സിലിണ്ടറിലേക്ക് നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൊണ്ടുവരാൻ നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെ ചെയ്യണം? എന്താ, നമ്മളുടെ ഈ എൻഡ് മുതൽ നോക്കിക്കേ, ഈ എൻഡ് മുതൽ നമുക്ക് ഡിസ്ക് ഉണ്ട്, ശരിയല്ലേ? നമുക്ക് അവിടെ മുതൽ നമുക്ക് ഡിസ്ക് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യാം. നോക്കിക്കേ, ശരിയാണോ? എന്താ, ഇതൊരു ഡിസ്ക്, അതിൻ്റെ ഉള്ളിൽ അടുത്ത ഡിസ്ക് കണ്ടോ, പിന്നെ തൊട്ടടുത്ത് വേറൊരു ഡിസ്ക്, അങ്ങനെ കംപ്ലീറ്റ് ലെങ്ത്തിലും നമുക്ക് എന്തുണ്ട്? ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഓരോരോ ഡിസ്ക് അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഡിസ്കിൻ്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് L/2 ഇടത്തോട്ട്, ഈ ഡിസ്റ്റൻസ് L/2 വലത്തോട്ട്. അപ്പം -L/2 മുതൽ +L/2 വരെ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇൻ്റഗ്രൽ -L/2 ടു +L/2 അല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് along the axis PQ നമുക്ക് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? -L/2 ടു +L/2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പ് നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതാം. ഇതിനെ ഇവിടെ രണ്ടാമത് എഴുതാണ്. ദെൻ ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇൻ്റഗ്രൽ -L/2 ടു +L/2. എന്തുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? -L/2 ടു +L/2. ആ ഫംഗ്ഷൻ എന്തായിരുന്നു? പൈ r raised to 4 rho dx divided by 4 plus pi r square rho x square dx. Okay, that's equal to, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇനി ഇൻ്റഗ്രൽ -L/2 ടു +L/2 pi r raised to 4 rho dx divided by 4 plus integral -L/2 to +L/2 pi r square rho x square dx. That's equal to constants ne പുറത്തെടുക്കുക. pi r raised to 4 rho by 4 into integral -L/2 to +L/2 dx plus ഇവിടുത്തെ കേസിൽ എന്ത് വരും? pi r square rho x square ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ -L/2 to +L/2 x square dx. Okay, that's equal to pi r raised to 4 rho divided by 4 dx നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x between the limit -L/2 to +L/2 plus pi r square rho x square ne x cube by 3 between the limit -L/2 to +L/2. Okay, ഇനി അടുത്തത്
അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്താൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിലിണ്ടർ I ഈക്വൽ ടു പൈ ആർ റേസ് ടു 4 റോ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എക്സിന് വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം L/2 മൈനസ് ഓഫ് മൈനസ് L/2 അല്ല അങ്ങനെയല്ല ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അറിയാമല്ലോ പ്ലസ് പൈ ആർ സ്ക്വയർ റോ ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താം ആ 3a കൂടെ പുറത്തെടുക്കാം ഇനി L ക്യൂബിന് പകരം L/2 ക്യൂബ് മൈനസ് ഓഫ് മൈനസ് L/2 that's equal to pi r raised to 4 rho divided by 4 into L/2 minus of minus plus L/2 plus pi r square rho by 3 into L cube L/2 the whole cube means L cube divided by 8 minus of minus L cube divided by 8 okay that's equal to pi r raised to 4 rho divided by 4 into L/2 plus L/2 into L plus pi r square rho divided by 3 into L cube divided by 8 plus L cube divided by 8. That's equal to pi r raised to 4 rho divided by 4 into L plus pi r square rho divided by 3 into 2 L cube divided by 8. That's equal to pi r raised to 4 rho L divided by 4. plus pi r square rho by 3 into 2L cube divided by 8. It's equal to pi r raised to 4 rho L by 4 plus pi r square rho L cube divided by 8. Okay. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം നമ്മൾ കംപ്ലീറ്റ് സിലിണ്ടറിൻ്റെ കേസിലെത്താം നമ്മളിനി പതുക്കെ ഇപ്പുറത്തെ ിലേക്കൊന്ന് പോവാണ് അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് സിലിണ്ടറിൻ്റെ കേസിൽ നമുക്ക് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം ഡെൻസിറ്റി ഓഫ് സിലിണ്ടർ നമുക്ക് എങ്ങനെ എഴുതാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ ദെൻ എന്താണ് സിലിണ്ടറിൻ്റെ മാസ് ക്യാപിറ്റൽ എം തന്നെ ഡിവൈഡഡ് ബൈ സിലിണ്ടറിൻ്റെ വോളിയം എന്താണ് പൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ സിലിണ്ടറിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മാസ് ഓഫ് സിലിണ്ടർ നമുക്ക് എന്ത് കിട്ടും ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സിലിണ്ടർ ഡെൻസിറ്റി ഇൻറ്റു പൈ ആർ സ്ക്വയർ എൽ അപ്പോൾ നമുക്ക് ഈ പൈ ആർ സ്ക്വയർ എൽ ഇൻറ്റു റോയെ നമുക്ക് എന്തെന്ന് പറയാം സിലിണ്ടറിൻ്റെ മാസ് ക്യാപിറ്റൽ എം എന്ന് പറയാം അല്ലേ അപ്പോൾ നമ്മളിവിടെ പൈ ആർ സ്ക്വയർ റോ ഇൻറ്റു എൽ ബാക്കി ഇവിടെ ഒരു ആർ സ്ക്വയർ വരും അതിനെ നമുക്ക് എന്ത് എഴുതാം എം ആർ സ്ക്വയർ ബൈ 4 പ്ലസ് ഇവിടെയും പൈ ഇവിടെ ഒരു റോ ഉണ്ട് ആർ സ്ക്വയർ ഉണ്ട് ഇവിടെ നിന്ന് ഒരു എൽ എടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എം എൽ സ്ക്വയർ അല്ലെ എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ശരിയാണോ എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ഓക്കെ ദെൻ നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യാം ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ് സ്ഥലമില്ലാത്തതുകൊണ്ട് ദെൻ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എൽ സ്ക്വയർ ബൈ 12 ക്ലിയർ ആയോ എം ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എൽ സ്ക്വയർ ബൈ 12 അപ്പോൾ ഇത് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ആ മാസിന് പകരം മാസ് ഓഫ് സിലിണ്ടർ എന്തെഴുതാം റോ ഇൻറ്റു പൈ ആർ സ്ക്വയർ എൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് ഇവിടെ ഓരോന്നും പൈ ആർ സ്ക്വയർ റോ ഇൻറ്റു എല്ലിന് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു ആർ സ്ക്വയർ എക്സ്ട്രാ വന്നു സോ എം ആർ സ്ക്വയർ ബൈ 4 പ്ലസ് ഇവിടെ പൈ ആർ സ്ക്വയർ റോ ഇൻറ്റു എൽ ഒരു എൽ സ്ക്വയർ എക്സ്ട്രാ വന്നു എം എൽ സ്ക്വയർ ബൈ 12 ഇതിന് എം കോമൺ എടുത്തപ്പോൾ എം ഇൻറ്റു എൽ സ്ക്വയർ ബൈ 4 പ്ലസ് ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എൽ സ്ക്വയർ ബൈ 12 ദിസ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ about the axis perpendicular to its length and passing through the center. Okay. അപ്പോൾ ഇങ്ങനെ രണ്ട് കേസാണ് നമ്മൾ സിലിണ്ടറിൽ പഠിച്ചത് ഇങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിലിണ്ടർ ഫസ്റ്റ് കേസ് എങ്ങനെയാണ് അബൌട്ട് ദി ആക്സിസ് എന്താണ് ആക്സിസിന്റെ പ്രത്യേകത about the axis passing through center അല്ലേ passing through center എന്നിട്ട് എങ്ങനെയാണ് passing through center and perpendicular to ഇതിൻ്റെ പ്ലെയിൻ ഡിസ്കിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിലൂടെ പാസ് ചെയ്യുന്നു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എങ്ങനെ ഡിവൈഡ് ചെയ്തു ലാർജ് നമ്പർ ഓഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്തു ആ ഡിസ്കിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണെന്ന് കൊടുത്തു അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ചെയ്തു ഓക്കെ ദെൻ നെക്സ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ അകത്ത് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ആണ് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കേസിൽ അബൌട്ട് ദി ആക്സിസ് ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ടു ലെങ്ത് അല്ലേ അബൌട്ട് ദി ആക്സിസ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്
അപ്പോൾ ആ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെയും ഡിസ്ക് അസ്യൂം ചെയ്തു. പക്ഷേ ഇവിടെ ഡിസ്കിൻ്റെ കേസിൽ ബോത്ത് ഡയമീറ്റർ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് P ഡാഷ് Q ഡാഷ്. പക്ഷേ ആ ഡയമീറ്റർ സിലിണ്ടറിൻ്റെ സെൻറ്ററിലൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരണം, അവിടെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ റോ ഇൻറ്റു പൈ ആർ സ്ക്വയർ, മാസ് റോ ഇൻറ്റു പൈ ആർ സ്ക്വയർ, സിലിണ്ടറിലെ മാസ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഓരോ ഡിസ്കിൻ്റെയും കണ്ടുപിടിച്ചിട്ട് ആ മാസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടോട്ടൽ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ m ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എൽ സ്ക്വയർ ബൈ 12. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചതിന് നമുക്ക് എങ്ങനെ എഴുതാം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിലിണ്ടർ എബൌട്ട് ദി ആക്സിസ് എങ്ങനെയാണ്, പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് സിലിണ്ടർ. ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, m r സ്ക്വയർ ഡിവൈഡഡ് ബൈ അല്ലേ. അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിലിണ്ടർ, ഇങ്ങനെയുള്ള സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഈ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, I ഈക്വൽ ടു m ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഇത് പഠിച്ചിട്ടിരിക്കണം. അടുത്ത ദിവസം നമുക്ക് ഹോളോ സിലിണ്ടറിൻ്റെ കേസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പഠിച്ചിട്ടിരുന്നാലേ അത് മനസ്സിലാവുള്ളൂ, കേട്ടല്ലോ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്കും മനസ്സിലാക്കുക, അതിൻ്റെ അകത്തെ ഓരോ ഡെറിവേഷനും എഴുതി പഠിക്കുക, എങ്കിലേ അടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, കേട്ടല്ലോ. നോട്ട്സ് കംപ്ലീറ്റ് ആക്കി വെക്കുക. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, കേട്ടോ.